പേര് ബ്രിൻറ്റോ ഫ്രം മുംബൈ. മെമ്പർ ഓഫ് സ്പിരിറ്റ് ഇൻ ജീസസ്. ലാസ്റ്റ് 5 മാസമായിട്ട് ഐ എം വിത്ത് സ്പിരിറ്റ് ഇൻ ജീസസ്. ഐ ഹാഡ് ബീൻ ടു ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു ധ്യാനത്തിന്. ബട്ട് ബിഫോർ ഗോയിങ് ടു ബാംഗ്ലൂർ എനിക്കൊരു ചാൻസ് കിട്ടി സൂര്യനെല്ലി പോകാൻ വേണ്ടി. ധ്യാനം അല്ലായിരുന്നു, എന്നോടൊരു പ്ലഷർ ട്രിപ്പാന്ന് പറഞ്ഞു. അത് പോവാനുള്ള കാരണം ഞാൻ അവിടെ ടെസ്റ്റ് മണി കൊടുത്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. നിങ്ങൾ കുറേ പേര് ഇവിടെ എന്നെ അങ്ങനെ അറിയും. ഞാൻ 2nd of December ഐ അറ്റംപ്റ്റഡ് സൂയിസൈഡ്. പക്ഷേ മരിച്ചില്ല. കർത്താവ് ലോർഡ് ഡിഡ്ന്റ് അലൗ ഇറ്റ്. I lived a very bad life. Very honestly speaking, I was into drugs. ഞാൻ മയക്കുമരുന്ന് പറഞ്ഞാൽ അതിൽ വെറൈറ്റി ഉണ്ട്. സ്നേക്ക് ബൈറ്റ്, റേവ് പാർട്ടീസ് എവിടെ ഉണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും, അങ്ങനെയായിരുന്നു. പിന്നെ വണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടി ഞാൻ ഓടിപ്പിക്കില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ എൻ്റെ വണ്ടിയിൽ my vehicle will have all sort of alcohol stuff, right from cocaine to charas, ganja, afim, ketamine, acid. Everything is stored in my box. അല്ലാതും ഉണ്ട് അതിൽ. ഞാനപ്പോൾ വണ്ടി ഓടിപ്പിക്കില്ല, കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എൻ്റെ വേഷം കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ നിർത്തുകയും ചെയ്യും. അപ്പോൾ ആ കാരണം ഡ്രൈവറിനെ വച്ചേക്കായിരുന്നു. എവിടേക്കെങ്കിലും ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ ഡ്രൈവർ വേണം. And I used to go with him. Backside ഞാൻ കുടിക്കുക, മിക്സ് ചെയ്യുക, സ്റ്റഫ് മിക്സ് ചെയ്യുക. ആക്ച്വലി ഡോക്ടർമാർ എന്നോട് ഒരിക്കൽ വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു, you shouldn't mix alcohol with drugs. But then I was not in control of that stuff. I was into it. I was deep into it. 12 years of drug addiction. 12 years. Started smoking when I was in 7th. I was in a boarding school from 5th till the 10th. ലഭിക്കാവുന്ന എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 7ാമത്തെ വയസ്സ് മുതൽ ഞാൻ സ്മോക്കിംഗ് ആരംഭിച്ചതാണ്. ഞാനൊരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സ്നേക്ക് ബൈറ്റ് മുതൽ ഗഞ്ച, അങ്ങനെ കുറേ മയക്കുമരുന്നിൻ്റെ പേര് പറഞ്ഞു. ഈ ലഭിക്കാവുന്ന എല്ലാവിധ മയക്കുമരുന്നുകളും ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ മോശമായ ഒരു അവസ്ഥയിൽ ഞാൻ ജീവിച്ച് പോരുകയായിരുന്നു. So 7th standard I got to get cigarettes, bought cigarettes. Mummy daddy used to give me some pocket money. I used to buy cigarettes. സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതൊരു അഡിക്ഷൻ ആയി. 8th ആകുമ്പോഴേക്കും വേണമെന്നായി. ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് കാശൊക്കെ എടുത്തിട്ടാണ് പിന്നെ സിഗരറ്റ് മേടിക്കുക, കാരണം എൻ്റെ കയ്യിൽ കാശില്ല. ആൻഡ് ദെൻ when last year you could say mid of last year, my stage was this way. Like I had to have 40 cigarettes a day. 20s pack. I used to have Marlboro Hards. അതായിരുന്നു എൻ്റെ ബ്രാൻഡ്. 20യുടെ സെറ്റായിരുന്നു മേടിക്കായിരുന്നു. അത് 2 പാക്കറ്റ് എനിക്ക് വേണം. അത് കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞാൽ ഞാൻ കുടിക്കാതിരിക്കും ദിവസേന. I used to go into a bar, sit and drink. And when I'm drinking, I'll buy 2 more packs, and I'll finish it. And I didn't have a limit to drink. Like most of my colleagues used to sit with me. They used to drink and they used to move. I used to sit there. I can drink I have been drinking for you could say 2 days, 3 days, only alcohol, only drugs, no food, nothing. That kind of a life I've lived. 12 തരം വിവിധ തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ദിവസം 40 സിഗരറ്റ് വലിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബാറിൽ പോയി മദ്യം കഴിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു 2 പാക്കറ്റും കൂടെ വലിക്കും. ബാറിൽ കയറിയാൽ 2-3 ദിവസം അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ട് പോകുന്നത്. Not in the bar, but then after the bar, I'll call my driver. The driver will come with the vehicle. I'll sit in the vehicle. I'll ask him to go for a long trip like Mahabaleshwar, Darjeeling, anywhere for 2 days. I'll go. I'll not inform my parents, and most of the time my parents were never there. They were in Kerala, so I was home alone. So I was a vagabond. I could travel anywhere I wanted. അപ്പോൾ അങ്ങനെ കുടിച്ച് I was into depression. You could say no one to talk to. Plus I'm a divorcee. I was married to a Punjabi female. We were in love.
We 4 years of love. I thought it's time that I get married. Got married, but then my fault. It's not totally her fault, but it's also my fault. I was a drunkard, but she knew it. I told her I'm an alcoholic. I'm into drugs. You have seen me partying. She loved me because I should dance well, but I told her it's not about dance. ഞാൻ 2-3 ദിവസം മദ്യപാനത്തിൽ മുഴുകി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രൈവറെ വിളിക്കും. അങ്ങനെ ഞാൻ പിന്നെ ഒരു നീണ്ട യാത്ര പോകും. ഡാർജിലിംഗ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. എൻ്റെ അപ്പനും അമ്മയും കേരളത്തിലായിരുന്നു. അവർ മിക്കവാറും ഈ കാര്യങ്ങളൊന്നും അറിയ പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഞാൻ കല്യാണവും കഴിച്ചു. അതൊരു പഞ്ചാബി സ്ത്രീ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ വിവാഹമോചനം നേടി. കാരണം ഞാനിങ്ങനെ ഒരു പൂർണ്ണമായ മദ്യപാനത്തിലായിരുന്നത് കൊണ്ട് അവൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഞാൻ അതിനുശേഷം ഒരു വിഷാദ രോഗത്തിലേക്ക് പോയി. ആരോടും സംസാരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. Depression was such a way that I fought with my boss in my office. I humiliated him in front of 800 people. I humiliated him. I criticized him. I made a resignation. I took a printout and threw it on his face, and I quit. That was the style of quitting. ഞാൻ ക്വിറ്റ് ചെയ്തതും അങ്ങനെയാണ്. ദേഷ്യത്തിലും അത്ര അഗ്രസീവ് ആയിരുന്നു ഞാൻ. അത്ര എനിക്ക് I was totally violent, totally mad. Now I can smile. You can see me. People who see me smiling, they smile back. But at one time, സ്മൈൽ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫേസിൽ. എനിക്ക് ആൾക്കാർ എന്നെ നോക്കി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ആളോട് ചോദിക്കും, എന്തിനാണ് നോക്കുന്നത്? What problem do you have? What is your problem in life? Why staring at me? അങ്ങനെയായിരുന്നു मेरा സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഉണ്ടായിരുന്നു 100 പേര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. ഈ വിഷാദ രോഗത്തിൻ്റെ ആ കാഠിന്യത്തിൽ ഒരാളുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരാളോട് സംസാരിക്കുമായില്ലായിരുന്നു. ആരെങ്കിലും എന്നെ നോക്കിയാൽ താനെന്തിനോട് എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് തട്ടിക്കയറുമായിരുന്നു. അതുപോലെ എൻ്റെ ഓഫീസിലെ ബോസിനോട് ഞാൻ തട്ടിക്കയറി അദ്ദേഹത്തെ അപമാനിക്കുകയും ആക്രോശിക്കുകയൊക്കെ ചെയ്തു. ഞാനൊരു റെസിഗ്നേഷൻ ലെറ്റർ, ഒരു രാജിക്കത്ത് എഴുതിയിട്ട് ചുരുട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് എറിഞ്ഞു. ഇങ്ങനെ ജോലിയും നഷ്ടപ്പെട്ടു. So after quitting the job, കാശ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കാൻ. And also I was an addict to TV, movies, bring CDs, buy CDs, sit at home, internet, whatever, sit home, chat. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ because I didn't like to meet people. I was secluded in my own cell. ഒരു സെൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ താമസിക്കാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങില്ല. കുടിക്കാൻ പക്ഷേ ഫോൺ ചെയ്താൽ കള്ള് വീട്ടിലേക്ക് വരും, ഇത് മയക്കുമരുന്നും വീട്ടിലേക്ക് എത്തും, ഒക്കെ വീട്ടിലേക്ക് വരും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഫോണിൽ ഒക്കെ എനിക്ക് ഓരോരോ ബാറിൽ എനിക്ക് ID നമ്പർ ഉണ്ടായിരുന്നു. ആ ID നമ്പർ പറഞ്ഞാൽ അവരുടെ എൻ്റെ അഡ്രസ്സും പേരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു വീട്ടിലേക്ക് വരിക. എന്നിട്ട് വീട്ടിൽ നിറച്ച് കുപ്പികളായിരിക്കും, അത് ക്ലീൻ ചെയ്യില്ല. അങ്ങനത്തെ ഒരു വീട് ആകെ ബാറ് ആക്കി വെച്ചിരിക്കുമായിരുന്നു. എൻ്റെ ആകെ ഡിപ്രഷനിലായിരുന്നു, ഫുൾ ടോട്ടൽ ഡിപ്രഷൻ. ആൻഡ് നഷ്ടപ്പെട്ടതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഏകാന്തതയിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പരിപാടിയില്ലായിരുന്നു. ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു. പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മദ്യമോ സിഗരറ്റോ എന്ത് വേണമെങ്കിലും വീട്ടിലെത്തുമായിരുന്നു. മയക്കുമരുന്നൊക്കെ വീട്ടിലെത്തുമായിരുന്നു. അങ്ങനെ പൂർണ്ണമായും ഏകാന്തതയിൽ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയിൽ, ആ വിഷാദരോഗത്തിൻ്റെ കാഠിന്യത്തിൽ മൂർധന്യാവസ്ഥയിൽ ആയിരുന്നു ഞാൻ. And അത് കഴിഞ്ഞിട്ട് പിന്നെ കുടിച്ച് I got tired of drinking, of alcohol, because I didn't get what I wanted. എനിക്ക് പള്ളി പോക്കൊക്കെ ഉണ്ടായിരുന്നില്ല. അത് 8 years 9 years ആഫ്റ്റർ മാരേജ് ചെയ്തപ്പോൾ പള്ളി പോയി. അത് പോകേണ്ടി വന്നു. പക്ഷെ പള്ളിയിൽ റിങ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ കുടിച്ചിട്ട് നിൽക്കണേ റിങ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ. കാറിൽ പള്ളി വരെ വരുമ്പോൾ ഞാൻ കുടിക്കുക ചെയ്യണേ. ഒരു ചെറിയ ഒരു പൗച്ച് ഉണ്ടായിരുന്നു, ആൽക്കഹോൾ പൗച്ച്, ലിക്കർ പൗച്ച് എന്ന് പറയും. അതിൽ നീറ്റായിട്ട് ഞാൻ ഇങ്ങനെ അടിച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലിൽ കുടിച്ച് ബോധമില്ലാണ്ട ഞാൻ പള്ളിയിലേക്ക് വരണേ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് അങ്ങനത്തെ ജീവിതമായിരുന്നു. അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോയി. മമ്മി ഡാഡിയൊക്കെ പറഞ്ഞു മുടിയൊക്കെ ശരിക്കും ഒന്ന് വെട്ട്. അപ്പോഴും നീണ്ട മുടിയായിരുന്നു. അപ്പോൾ വെട്ടാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ വെട്ടി മുടിയൊക്കെ. അപ്പോൾ പാർലറിൽ മുടി വെട്ടാനിരുന്നപ്പോൾ സലൂണിലൊരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, ഈ ഇത്ര പോകുന്ന ഫ്രിഡ്ജ് ഉണ്ടാവും. അതിൽ എൻ്റെ വക നിറച്ച് ബിയർ ക്യാൻസ് ആയിരുന്നു. അപ്പോൾ പാർലറിൽ ബ്യൂട്ടിഫൈ ചെയ്യുമ്പോൾ ഞാൻ ബിയറും സിഗരറ്റും എൻ്റെ അവിടെ തന്നെ തുടങ്ങിക്കായിരുന്നു. അപ്പോൾ രാവിലെ കല്യാണം ഉച്ചിരിഞ്ഞാണെങ്കിൽ രാവിലെ തൊട്ട് എൻ്റെ കുടിയും വലിയും ഉണ്ട് സ്റ്റാർട്ട്, ഇറ്റ്സ് ഓൺ.
And so it was that way. പള്ളി ആ കാരണം പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 8 years 9 years I've never been to church, never been to mass, never confessed. Confession is like first I used to, mummy used to tell me go confess. I used to go say I lied, I stole, I hit him, I hit that person. അങ്ങനെ പിന്നെ വെറുതെ മുകളിൽ നിന്ന് നമ്മൾ വെള്ളം വെച്ച് കുളിക്കുന്ന പോലെ സോപ്പൊന്നും തേക്കാണ്ട് വെള്ളം വെച്ച് കുളിച്ചു എന്നിട്ട് പോന്നു. സോപ്പൊന്നും തേച്ചില്ല, ശരിക്കും കുളിച്ചിട്ടില്ല. ദാറ്റ് കൈൻഡ് ഓഫ് കുംസാരം ഞാൻ ചെയ്തേക്കണേ. ബട്ട് ദെൻ ഐ ഡോണ്ട് നോ, ഡിപ്രഷൻ കുറെ കൂടി, കുറെ ഡിപ്രഷൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കൊല്ലാം. ലൈക്ക് ഇറ്റ്സ് ഐ ആം ടയേർഡ്. ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് ടു ഡു. നൗ ഐ എം ടയേർഡ്, ലെറ്റ് മീ കിൽ മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് കുറേ ഡ്രഗ്സും കുറേ ആൽക്കഹോളൊക്കെ വാങ്ങി വീട്ടിൽ ചാവാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ചു വേണ്ട, ആരും അറിയില്ല. കാരണം ഒരു ഫ്ലോറിൽ എൻ്റെ വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നെയ്ബറൊന്നുമില്ല, അപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ലെറ്റ് മീ ട്രൈ. അങ്ങനെ കുടിച്ച് ഇഞ്ചക്റ്റൊക്കെ ചെയ്തു, ആസിഡൊക്കെ എടുത്തു. ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു എ റെയിൽവേ ബ്രിഡ്ജ് ആൻഡ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ബ്രിഡ്ജ് ആൻഡ് ഹാവിങ് ആൽക്കഹോൾ. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കി പോകുന്നുണ്ട്. കാരണം എൻ്റെ അവസ്ഥ അതുപോലെയാണ്. മുടിയൊക്കെ ആകെ ഇങ്ങനെ വലുതായി താഴെ വീണ് എടുക്കുക, ഒക്കെ കുപ്പി പേടി എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നില്ല. കുപ്പിയൊക്കെ നേരെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുക. പോലീസ് പിടിച്ചാന്ന് വെച്ചാൽ കൊല്ലില്ല, എനിക്കതറിയാം. അവർ അറ്റ് ദ മോസ്റ്റ് ദേ വിൽ പുട്ട് മീ ഇൻ ടു എ ലോക്കപ്പ് ഓർ അറ്റ് ദ മോസ്റ്റ് ദേ വിൽ സെൻഡ് മീ ടു എ സെൻട്രൽ ജയിൽ അറ്റ് ദ മോസ്റ്റ് ബിക്കോസ് ഓഫ് ഡ്രഗ്സ്. But then they will not kill me, that I know. So I was bindas because I was now going to die. So nothing is for me, nothing was there that can scare me. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഞാൻ ഇരുന്ന് കുടിച്ചു ട്രെയിൻ പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു ബോധമില്ലാണ്ട് ഞാൻ പോയിട്ട് സൂയിസൈഡ് ചെയ്യാം. ബോധം പാടില്ല, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പേടിക്കും. അപ്പോൾ കുറേ ഇഞ്ചക്ട് ചെയ്തു, കുറേ ഇഞ്ചക്ഷൻ എടുത്തു, കൊക്കൈൻ എടുത്തു. അപ്പോൾ ആകെ നം ലുക്കായിരുന്നു. എന്നിട്ട് പിന്നെ നീറ്റ് അടിച്ചു. എന്നിട്ട് ബ്രിഡ്ജിമ്മ പോയി നിന്നു. റെയിൽ ട്രാക്കിമ്മ പോയി നിന്നു. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ ചീത്ത പറയും, അവിടെ അടിക്കൊക്കെ ചെയ്യും നമ്മളെ. അപ്പം ഞാൻ സൈഡിൽ നിന്നു, വണ്ടി വരെ നിന്നു. ഒരു വണ്ടി കണ്ടു ഞാൻ വരുന്നത്. അപ്പം ഞാൻ ട്രാക്കിമ്മ പോയി കയറി, എന്നിട്ട് മുമ്പിലേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ ആ വണ്ടി കുറച്ച് അടുത്തേക്ക് വന്നിട്ട് ഹോൺ അടിച്ചപ്പോൾ ഐ വാസ് സ്റ്റിഫ്. എനിക്ക് പേടിയായി, കുടിച്ചതൊക്കെ ഇറങ്ങിപ്പോയി. ഇറ്റ് ഓൾ വെന്റ് ആൻഡ് ഐ ജംപ്ഡ്. ഐ ജംപ്ഡ്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ചാവണം. ഞാൻ ഡിസൈഡ് ചെയ്തു, വെരി സ്റ്റബൺ. ഐ വാണ്ടഡ് ടു ഡൈ. സോ ഐ തോട്ട് ദർ വാസ് എ ക്രീക്ക്. ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് താനയിൽ ക്രീക്ക് ഉണ്ട്, താന ക്രീക്ക് എന്ന് പറയും. അപ്പോൾ കായൽ റൈറ്റ്. അപ്പോൾ ഞാൻ അവിടുന്ന് ചാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടാൻ പോകുമ്പോൾ അവിടെ ഫിഷർമാൻ എന്നെ കുറേ പേര് അറിയും. എന്നെ അവിടെ താനയിൽ എൻ്റെ ഏരിയയിലൊക്കെ എനിക്ക് വലിയ പേരാണ്. കാരണം കാശ് ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ബിയറും കുടിക്കനും ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂട്ടുകാരുണ്ടാവും, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ കൂലി കോൺട്രാക്റ്റ്. ഇപ്പോൾ അത് ഐ യൂസ് ടു ഹയർ പീപ്പിൾ, പേ മണി ആൻഡ് ടു ഹിറ്റ് പീപ്പിൾ. ഐ യൂസ് ടു ഡു ഓൾ ദാറ്റ്. അത് കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ 10th ഉം 12th പേപ്പേഴ്സ് സപ്ലൈ ചെയ്തായിരുന്നു. അങ്ങനത്തെ ചെറുപ്പത്തിൽ തൊട്ട്. അപ്പം നല്ല പേരായിരുന്നു. ആൾക്കാർ ചെക്കന്മാരും ഫിഷർമാനും എല്ലാവരും എന്നെ അറിയും. അപ്പോൾ ഈ പരിചയമുള്ളവരെന്നെ കണ്ടു ഞാൻ ബ്രിഡ്ജിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ ആദ്യം വിളിച്ചു. അപ്പോൾ ഞാൻ കേട്ടില്ല, ഞാൻ ചാടി. അവർ പിടിച്ചു, സൈഡിലേക്ക് കൊണ്ടുവന്നു, കുറേ ചീത്ത പറഞ്ഞു, മൊബൈലൊക്കെ എടുത്തു. എന്നിട്ട് മമ്മീൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവർ ആൻറ്റിയുടെ പേര് കണ്ടു. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിക്ക് ഫോൺ ചെയ്തു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇവനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാ. അത് കഴിഞ്ഞ് ഞാൻ കരയായിരുന്നു. ഐ വാസ് ജസ്റ്റ് ക്രൈങ്. സോ ഐ കെയിം ടു ആൻറ്റി ആൻഡ് സംഹൗ ആൻറ്റി സെഡ് അങ്ങനെ ഒരുപാട് മദ്യപാനവും മയക്കുമരുന്നും എല്ലാമായി കഴിഞ്ഞ് അതിൽ മുഴുകി, അതിലെനിക്ക് അവസാനം എനിക്ക് ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് വലിയ വിരസത തോന്നി. അങ്ങനെ ജീവിതം ആകെ മടുത്തു. ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ജീവിതം ആവശ്യമില്ല, ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ
ഉള്ള ഡ്രഗ്സ് എല്ലാം ഇഞ്ചെക്ട് ചെയ്തിട്ട് പിന്നെ മദ്യപാനത്തിൽ മുഴുകി മിക്കവാറും ബോധരഹിതമായ ഒരു അവസ്ഥയിൽ എൻ്റെ കൈകാലുകളെല്ലാം ഇങ്ങനെ ചലനമറ്റ രീതിയിൽ അത്രയ്ക്കും മദ്യത്തിൽ മുഴുകി ഞാൻ ഒരു റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുന്നിൽ പോയിരുന്നു. പിന്നെ ട്രെയിൻ വരുന്ന കണ്ടുകൊണ്ട് താഴോട്ട് ഇറങ്ങി അങ്ങനെ അവിടെ മരിക്കാൻ തീരുമാനിച്ച് ഒരു ട്രെയിൻ വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ ചാടി നിന്നു. പക്ഷേ ആ ട്രെയിൻ ഹോൺ അടിച്ചപ്പോൾ പേടി ആയിട്ട് ഞാൻ എൻ്റെ മദ്യപാനത്തിൻ്റെ കെട്ടെല്ലാം വിട്ടു ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു കായലിൻ്റെ അടുത്ത്, എൻ്റെ വീട് കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ കായലുണ്ട്. ആ കായലിൻ്റെ മുകളിൽ കൂടെയുള്ള ആ പാലത്തെ പോയി ഇരുന്നിട്ട് അവിടുന്ന് അങ്ങ് വെള്ളത്തിലേക്ക് ചാടാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ കല്യാണം തന്നെയാണ് എൻ്റെ വീട്. അവിടെയുള്ള മിക്കവാറും ആൾക്കാർ എന്നെ അറിയും. ഞാനിങ്ങനെ നടക്കുന്നത് കൊണ്ടും എനിക്ക് കണ്ടമാനം പൈസ ഉള്ളത് കൊണ്ടും പൈസ കൊടുത്ത ആൾക്കാരെ തല്ലിക്കുകയും അങ്ങനെ അവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ, അവിടുത്തെ മുക്കുവന്മാർ, അവിടുത്തെ യുവാക്കൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലെല്ലാം എന്നെ അറിയുന്നവരാണ്. എങ്കിൽ പോലും വേറെ നൂറത്തിലാണ്ട് കായലിലേക്ക് ഞാൻ എടുത്തു ചാടിയെങ്കിലും എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് മുക്കുവന്മാർ അവിടെ ഉണ്ടായിരുന്നവരെന്നെ പിടിച്ചു. അപ്പോൾ മരണം സംഭവിച്ചില്ല. എൻ്റെ പോക്കറ്റ് തപ്പി മൊബൈൽ ഫോൺ കണ്ടുകിട്ടി. അതിനകത്ത് എൻ്റെ അമ്മയുടെ പിന്നെ നമ്പറൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. പക്ഷേ ഒരു ആൻറ്റിയുടെ നമ്പർ പേര് കണ്ടു. അത് ആരാന്ന് ചോദിച്ചപ്പോൾ അത് ആൻറ്റിയാണെന്നൊക്കെ പറഞ്ഞു. അവരെ വിളിച്ചു. അവർ പിന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാനായിട്ട് നിർദ്ദേശിച്ചു. അപ്പം ഞാൻ വല്ലാതെ കരയുകയായിരുന്നു. ഇങ്ങനെ മരിക്കാതെ രക്ഷപ്പെട്ടു. And he said we are going to Suryanelli, so let him come. So ഞാൻ വിചാരിച്ചു വേറെ ഒന്നും ചെയ്യാനില്ല, ആകെ ഡിപ്രഷനിലാച്ചു. ഇത് ഒരു ഔട്ടിങ്ങും പോലെയാവും, ചേഞ്ച് ഓഫ് മൈൻഡ്, ലെറ്റ് മീ സീ വാട്ട് ഹാപ്പൻസ്. ആൻഡ് ഐ ജോയിൻ ദം. നെക്സ്റ്റ് ഡേ suicide attempt was the second. Third, they are moving out to Suryanelli, to Ernakulam, and I went with them. First 2 days I was very restless. In fact, എൻ്റെ കൂടെ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. റൂംമേറ്റ്സ് പറഞ്ഞാൽ പരിചയമായത് പിന്നെ സ്റ്റേഷനിൽ വെച്ചിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ അവർ നല്ല ചെക്കൻ, നല്ല പയ്യൻ. കാരണം ഞാൻ ആദ്യം മിണ്ടണില്ല, ആരോടും ആദ്യം മിണ്ടണില്ല. ആരോടും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയും, മിണ്ടാണ്ട് ഒരു മൂലയിലിരിക്കും. ട്രെയിനിലൊക്കെ ഇങ്ങനെയായിരുന്നു. പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പ്രാർത്ഥന, കൊന്ത ചെല്ലാൻ വന്നിരുന്നു. കൊന്ത ചെല്ലി കഴിഞ്ഞു പിന്നെയും പോയി ഒരു മൂലയിൽ പോയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്നെ കണ്ടപ്പോൾ ഒരു പാവം ചെക്കനാണ് അങ്ങനെ വിചാരിച്ചേ. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ കൂടെ ഒരു 2-3 ചെക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ ഐ ഫെൽറ്റ് ഒരു ചെക്കനിൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് ഡാഡിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കണ ഒരു ഗുണമാണ്, ഐ ആം വെരി ഡിസിപ്ലിൻഡ്. നോട്ട് ഡാഡിയുടെ ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ സ്ട്രിക്ട്നെസ്സും ടൈം ടു ടൈം അതൊക്കെ എനിക്ക് ഡാഡിയുടെ നിന്ന് കിട്ടിക്കുന്നതാണ്. അപ്പോൾ ദിസ് ഗായ് ഈ നെവർ യൂസ് ടു വേക്കപ്പ്. നേരത്തെ എനിക്കില്ല. അപ്പോൾ 2 ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിളിക്കും, 6:30 പോകണം, തണുത്ത വെള്ളം ചൂടുവെള്ളമൊക്കെ ഉണ്ട് അവിടെ സുനിലില്ല. അപ്പോൾ ചൂടുവെള്ളത്തിൽ വിളിച്ച് ഞാൻ ഇവനെ വിളിക്കും. അപ്പോൾ ഇവൻ TV വെക്കും. അപ്പോൾ TV ഞാൻ വെക്കുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ TV വെച്ചേക്കണേ, യു ഓഫ് ദ TV, വി വിൽ ഗോ ദെയർ. Well, no, I am watching what goodness, some Brother Tom's speech is kept. I said, Brother Tom is live here and you are watching TV. What sense does that make? എന്നിട്ട് ഞാൻ അവൻ്റെ മമ്മിയോട് പോയിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവൻ നന്നായില്ലെങ്കിൽ ഞാൻ അവനെ അടിക്കും, കാരണം എനിക്ക് തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് ആയൻ തന്നെ. ഇനി എനിക്ക് അല്ലെങ്കിൽ അവനെ ഈ റൂമിൽ നിന്ന് മാറ്റി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അവൻ്റെയും കേൾക്കില്ല. അവൻ ശരിയാണ്, ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങാൻ മുമ്പ് ഞാനോട് പറഞ്ഞു, tomorrow you will get up early, you will take the bath first. After you taking the bath, I will take the bath, I will lock the room and then you will come with me. And he took it lightly because ഞാൻ നല്ല സ്നേഹത്തില സംസാരിച്ച ആദ്യമൊക്കെ. അപ്പോൾ he took me very lightly. And that day morning he didn't wake up. He woke up, he put the TV. I hit him so bad. അവനെ ചെകിടത്ത് അടിച്ചു, അവൻ തകർത്തേക്ക് വീണു. അവൻ്റെ ഇവിടെ ചെസ്റ്റുമേ ഞാൻ ചവിട്ടിട്ട് ഞാൻ പറഞ്ഞു, now this is just a small example of how I hit. The second time I kick you, you will spit blood off your mouth. അങ്ങനെ അത്ര ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ 2ാമത് ചവിട്ടിയാൽ നിൻ്റെ വായിൽ നിന്ന് ചോര തുപ്പെന്ന് പറഞ്ഞു. അത്ര ദേഷ്യമാണ് എനിക്ക്. അത് കാരണം എന്നെ ഇത് ചെയ്യല്ലേ, നിനക്കിപ്പോൾ വേണമെങ്കിൽ നീ പോയിട്ട് ബ്രദർമാരാ ടോം ബ്രദറോട് പോയിട്ട് പറഞ്ഞു ഞാൻ നിന്നെ അടിച്ചുകൊണ്ടെന്ന്, എനിക്കൊരു ചുക്കില്ല, ലൈക്ക് ഐ ഡോണ്ട് കെയർ എ ഡാം. അത്ര ദേഷ്യം ആകെ തലയ്ക്ക് ഇതായി. അപ്പോൾ അവൻ പേടിച്ചു, അവൻ പോയിട്ട് ഒന്നും പറഞ്ഞില്ല അവൻ. പക്ഷേ ഞാൻ പിന്നെ
2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥന, ഞാൻ പറഞ്ഞു അവൻ്റെ ഒപ്പം ഇരിക്കണ്ട, മുമ്പിൽ പോയിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കുറച്ച് റിലീഫ് പോലെ തോന്നി. ആൻഡ് ദ ലാസ്റ്റ് ഡേ വി വർ സപ്പോസ് ടു ഗോ ടു ലോർഡ്സ് മൗണ്ടൻ. ലോർഡ്സ് മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വേർ ബ്രദർ ടോം വിശുദ്ധമല. So I said I'll go there because I've heard that Brother Tom saw Jesus, met Jesus, spoke to him. He was inspired to write songs. A lot of songs which we sing here was inspired by God when he was there praying. So I said I'll go there no matter what. അപ്പോൾ ഞാൻ ആരോടും മിണ്ടുന്നില്ല. കാരണം ഞാൻ ഒരു ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും വേണ്ട. ഞാൻ ഓടി പോവാ ഞാനിങ്ങനെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിന്ന് ഒരുമിച്ച് പോവാ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടക്കാം. എന്നെ സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ ബോംബെയിലെ കൂടാരത്തിൽ എത്തിച്ചു. എന്നോട് പറഞ്ഞു നമുക്ക് സൂര്യനെല്ലിക്ക് പോകാമെന്ന്. അവർ ഒരു ട്രിപ്പായിട്ട് പിന്നെ സൂര്യനെല്ലിക്ക് എല്ലാവരും കൂടെ വരികയായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ കൂടി ഞാൻ പിന്നെ സൂര്യനെല്ലിയിൽ എത്തി ഡിസംബർ 8-ാം തീയതി. അങ്ങനെ സൂര്യനെല്ലിയിൽ വേറൊരു റൂംമേറ്റിൻ്റെ കൂടെയാണ് എന്നെയും Internet, addiction of drugs, addiction of cigarette smoking, addiction of alcohol. And for the last 2 to 3 months, in fact drugs, for the last 4 to 5 months I have not touched drugs. Pinna TV and alcohol and cigarette for the last 2 months ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല. Praise the Lord.